ഈശോയ്ക്കട്ടെ. നീ ഇതെവിടെയായിരുന്നു? ഇന്നലെ അയച്ച പാട്ട് പഠിച്ചോ? വേർഡ്സ് അറിയില്ല, ട്യൂണൊക്കെ. വേർഡ്സ് ജസ്റ്റിന്റെ അടുത്തില്ലേ? ഒന്ന് പാടിക്കേ. അനുപമ ഇവരെ നന്നായി പഠിപ്പിക്കണം കേട്ടോ. ആ ഓക്കെ സിസ്റ്റർ. രാഹുലേട്ടാ, പുണ്യാളത്തെ ചേച്ചി വരുന്നുണ്ടല്ലോ. ചേട്ടൻ വലിയ നിരീശ്വരവാദം പറയുന്നല്ലേ. ഈ വരുന്ന സാധനത്തിന്റെ വിശ്വാസം ഒന്ന് കളയാൻ പറ്റുമോ? ഓ, അതാണ് ഇത്ര വലിയ കാര്യം. 2 ചോദ്യം, അവളുടെ ദൈവവും ഫ്ലാറ്റ്. ആ പുണ്യാളത്തിൽ എവിടെ പോയി? ഞാൻ പള്ളിയിൽ പോയതാ, പാട്ട് പ്രാക്ടീസ്. ഈശോയുടെ പാട്ടുകൾ പാടുമ്പോ മനസ്സിന് എന്തൊരു സുഖാന്നോ. ഓ, നിനക്കൊക്കെ പ്രാന്ത. എന്റെ പൊന്നു രാഹുലെ, നിനക്ക് ദൈവത്തെ വിശ്വാസത്തിലാച്ച് എന്റെ ഈശോയെ കളിയാക്കല്ലേ. ഓക്കെ, എന്നാ ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം. പുണ്യാളത്തിൽ പറ, നീയൊക്കെ ഏകദൈവ വിശ്വാസിയില്ലേ? അപ്പൊ നിന്റെയൊക്കെ ദൈവമാരാ? ഈശോ. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ പിതാവും പരിശുദ്ധാത്മാവും ഒക്കെ ഫേക്ക് ആണോ? അത് പിന്നെ പോട്ടെ, നമുക്കറിയുന്ന ഏതെങ്കിലും മതത്തിൽ പിടഞ്ഞു മരിക്കുന്ന ദൈവത്തെ നാം കാണുന്നുണ്ട്. തന്നെ രക്ഷിക്കാൻ പറ്റാത്തനാണോ നിന്നെയൊക്കെ രക്ഷിക്കാൻ പോകുന്നത്? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടേ. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്താത്രി. ഈശോയ്ക്ക് നിന്നെ വലിയ ഇഷ്ടമല്ലേ? നിന്റെ ദൈവമാണെങ്കിൽ, നിന്റെ ഇഷ്ടമാണെങ്കിൽ നിന്റെ പപ്പ എന്തിനാ നേരത്തെ കൊണ്ടുപോയി? കരഞ്ഞിട്ടൊന്നും കാര്യമില്ല മോളെ, ആലോചിച്ച് നോക്ക്. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്താ. നിന്റെ പപ്പ എന്തിനാ നേരത്തെ പ്രാന്ത? അപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ പിതാവും പരിശുദ്ധാത്മാവൊക്കെ നിന്റെയൊക്കെ ദൈവമാരാ? ജസ്നെ, അമലെ, അനുപമ എന്തിയേ? ഇന്ന് പാടാനും വന്നില്ല, പള്ളിയിലും വന്നില്ല. ഇനി വല്ല അസുഖവും മറ്റോ ആണോ? അറിയില്ല സിസ്റ്ററെ, ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു. എന്തൊക്കെയാ ചോദിച്ചു. പിതാവാരാ പരിശുദ്ധാത്മാവരാന്നൊക്കെ. എനിക്ക് വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കാണാന്ന് പറഞ്ഞു ഞാനും ഫോൺ വെച്ച്. നാളെ വരുവായിരിക്കും. നമുക്കുള്ള വീട് വരെ ഒന്ന് പോയാലോ? അമ്മയും ചേച്ചി എന്തിയാ മോനെ? അമ്മ പണിക്ക് പോയി, ചേച്ചി റൂമിലുണ്ട്. വാ സിസ്റ്ററെ. എന്നാ പറ്റിയേ മോളെ നിനക്ക്? പള്ളിയിലും കണ്ടില്ലല്ലോ, എന്നാ പറ്റിയേ? ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ മോളെ. ഇതിനെന്തിനാ മോള് കരയുന്നത്? ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി വരുമ്പോഴും നാം തകർന്നു പോകുകയല്ല വേണ്ടത്, ഈശോയെ കൂട്ടുപിടിച്ച് അതിനെ മറികടക്കുകയാണ് വേണ്ടത്. ഞാൻ ഇത്രയും കാലം വേദം പഠിച്ചിട്ട് അവന്റെ ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കാൻ കഴിയില്ലല്ലോ സിസ്റ്ററെ. മോളെ, ഒരു ക്രിസ്ത്യാനിയുടെ വിളി എന്താണെന്ന് മോൾക്കറിയത്തില്ലേ? സത്യദൈവമായ ഈശോയെ സ്നേഹിക്കുവാനും അവനുള്ള വിശ്വാസം പ്രഘോഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ള വിളി. അതിനായി ആ വിളി അനുസരിച്ച് ഒരുമയോടെ ഒരു സമൂഹമായി നമുക്കൊരു ലക്ഷ്യത്തിനു വേണ്ടി പ്രയത്നിക്കാം. ഈശോദനെ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, വിളവധികം വേലക്കാരെ ചുരുക്കുമെന്ന്? അതിനായി നമുക്കും അവന് വേണ്ടി വേല ചെയ്യാന്നേ. നീ ആദ്യം രാഹുൽ ചോദിച്ചു എന്നുള്ള മറുപടി നൽകുക. ഞങ്ങൾ സഹായിക്കടി. സുഖാണോ രാഹുലെ? ആ, അനുപമയോ? ദൈവം ഒന്നേ ഉള്ളൂ രാഹുലെ. പിതാവായ ദൈവത്തിന്റെ 2 മുഖങ്ങളെന്നോ 2 ഭാഗങ്ങളെന്നോ ഒക്കെ വിശേഷിപ്പിക്കാം പുത്രനെയും പരിശുദ്ധാത്മാവിനെയും. പിതാവായ ദൈവത്തെ ഒരു സൂര്യനായി സങ്കല്പിച്ചാൽ അതിൽ നിന്ന് വരുന്ന വെളിച്ചം പുത്രനും ചൂട് പരിശുദ്ധാത്മാവുമാണ്. പിന്നെ നീ രണ്ടാമത് ചോദിച്ചത്, അത് ഞങ്ങൾക്ക് എന്നും അഭിമാനമുള്ള ഒന്നാണ്. നിന്നെയും എന്നെയും മകനായും മകളായും കാണുന്ന ഒരു ദൈവം. അന്നവൻ പിടഞ്ഞു മരിച്ചത് കൊണ്ടാണ് ഇന്നും ജനം അവനെ ദൈവമായി കണ്ട് ആരാധിക്കുന്നത്. ജീവിതത്തിന്റെ ഏത് വേദനിപ്പിക്കുന്ന അവസ്ഥയിലും അവൻ കൂടെ ഉണ്ടാകും. പിന്നെ നീ മൂന്നാമത് ചോദിച്ചത്, അതെന്നെ അല്പം കൂടുതൽ വേദനിപ്പിക്കുന്നതാണെങ്കിലും എനിക്ക് ഉത്തരമുണ്ട്. തോട്ടക്കാരൻ വരുമ്പോ തോട്ടത്തിലെ ഏറ്റവും നല്ല പൂവ ആദ്യം പറിക്കുക. എന്റെ പപ്പ ഒരു വിശുദ്ധരായിക്കടാ. പപ്പ ഈശോയുടെ അടുത്തുണ്ട്. പോട്ടെ, പള്ളിയിൽ ആരാധനയ്ക്ക് സമയമായി. സുഹൃത്തെ, നിനക്കൊത്തിരി നന്ദി. നീ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് അപ്പോൾ തന്നെ പറയാൻ മറുപടിയില്ലായിരുന്നു.
പക്ഷെ നിന്റെ ആ ചോദ്യങ്ങൾ എന്നെയും എന്റെ കൂട്ടുകാരെയും ഈശോയിലും ക്രിസ്തുമതത്തിലെ അടിസ്ഥാന വിശ്വാസങ്ങളും അടിയുറച്ച് വിശ്വസിക്കാനും ആ വിശ്വാസം പങ്കുവയ്ക്കാനും പഠിപ്പിച്ചു. ഒത്തിരി നന്ദി. വിശ്വാസപരമായ ചോദ്യങ്ങൾക്ക് യുക്തിപൂർവ്വം മറുപടി പറയാൻ എനിക്കിപ്പോൾ പറ്റും. ഇതാണ് എന്റെ വിളി. അത് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് ദൈവം തന്ന വിളഭൂമിയിൽ ഞാൻ എന്റെ ഈശോയ്ക്കായി പ്രവർത്തിക്കും. ആഹാ, മിടുക്കിയായല്ലോ. എല്ലാം ഓക്കെ ആയോ? എന്റെ വിളി ഞാൻ തിരിച്ചറിഞ്ഞു സിസ്റ്ററെ. സിസ്റ്ററെ, അങ്ങോട്ട് നോക്കിയേ. വാ മോനെ.